അങ്ങനെ ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതുവരെ ഉച്ചയ്ക്കുള്ള കുക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഭയങ്കരമായ മടി, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഫ്രൈഡ് റൈസിൽ തട്ടിക്കൂട്ടാമെന്ന് വിചാരിക്കുന്നു. കാരണം ചോറും കറിയും വെക്കാൻ നിന്നാൽ ഇന്നത്തെ ദിവസം ഹോൾ ഡേ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഇന്ന് ജോലിയില്ല, അതുകൊണ്ടായിരിക്കണം ഭയങ്കര ക്ഷീണം കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കുള്ള കുക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഫ്രൈഡ് റൈസാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എല്ലാം എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ചു കേട്ടോ. കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷ്രിമ്പ് വെച്ചുള്ള ഒരു ചില്ലി ഷ്രിമ്പും കൂടെയാണ് ഇതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നത് കേട്ടോ. പിന്നെ അത് എനിക്ക് ഫ്രൈഡ് റൈസിലും 2 ഷ്രിമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബസ്മതി ഇവിടെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 6 മുട്ടയൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫ്രൈഡ് റൈസ് ചെയ്യാൻ വേണ്ടി ആണ് കേട്ടോ. പിന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിലേക്ക് പിടിച്ചത് കേട്ടോ. പക്ഷെ അത്ര ഈസിയൊന്നും ആയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തോന്നും ഓ എളുപ്പമാണെന്ന്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതായാലും എല്ലാം കണക്കാണ് കേട്ടോ. കുറേ നേരം എടുത്തു ഇതെല്ലാം കൂടെ ചെയ്ത് വന്നപ്പോഴേ എങ്കിലും വേണ്ടില്ല. കാരണം നമ്മുടെ ചോറും കറിയും ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ 1-2 കറിയൊന്നും പോരല്ലോ. പിന്നെ അത് മൊത്തവും കുക്ക് ചെയ്യണം, പിന്നെ ആ പാത്രം കഴുകണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലും ചെയ്യണം, ഇല്ല എന്നല്ല. എങ്കിലും നമ്മൾ ഒരു പാത്രത്തിലെല്ലാം അങ്ങ് തട്ടിക്കൂട്ടാന്നുള്ള ഒരു ഇത് വെച്ചാണ് ചെയ്തത് കേട്ടോ. എന്താണെന്നറിയില്ല, രാവിലെ എഴുന്നേറ്റ് മുതൽ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ വയ്യായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഫ്രൈഡ് റൈസ് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫ്രൈഡ് റൈസ് വെക്കുകയാണ്. പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഇഞ്ചിയും പിന്നെ ഇഞ്ചി ഗാർലിക് ആൻഡ് ജിഞ്ചർ പേസ്റ്റൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെജിറ്റബിളൊക്കെ അരിഞ്ഞൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെയാണ് എടുത്ത് കുറച്ച് ബീൻസും ക്യാരറ്റും ക്യാബേജ് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം എടുത്ത് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞൊക്കെ എടുത്ത് എല്ലാം കൂടെ നമ്മൾ വഴറ്റിയൊക്കെ എടുത്തതാണ്. പിന്നെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് ഇന്ന് കേട്ടോ. അപ്പം ഒരു തട്ടിക്കൂട്ടൽ ഇങ്ങനെ ചില ദിവസം ഇങ്ങനെയാണല്ലോ, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. പിന്നെ അന്നൊന്നും ചെയ്യാൻ തോന്നില്ല. സാധാരണ ഇങ്ങനെ മടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു അന്ന് എനിക്ക് ജോലിയില്ലാത്ത ദിവസമായിരുന്നല്ലോ, അപ്പം നമുക്ക് ജോലിയില്ലാത്ത ദിവസമൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിക്കണ്ട, നമ്മൾ വീട്ടിൽ ഫുൾ ഡേ കാണുമല്ലോ. അപ്പോൾ അന്ന് പിന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ മടി പിടിച്ച ദിവസമായിരുന്നെങ്കിലും ജോലി ഇല്ലായിരുന്നതൊന്നുമല്ല കേട്ടോ, ശരിക്കും ജോലി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കും ഓ ഇന്നിനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്ന്, പക്ഷേ അന്നായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് വെക്കുന്നത് കേട്ടോ ഫ്രൈഡ് റൈസ്. അങ്ങനെ ബസ്മതിയും ഇട്ട് എല്ലാം കൂട്ടി. അപ്പം ഞാൻ ഇതിലേക്ക് 2 ഷ്രിമ്പ് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം അപ്പം നല്ലൊരു ഫ്ലേവർ വരും, കുറച്ച് പിന്നെ കൊഞ്ചിൻ്റെയൊക്കെ ഒരു മണമൊക്കെ കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ 2-3 ഷ്രിമ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് വെച്ചാൽ മതി, പിന്നെ ചില്ലി ഷ്രിമ്പ് മോള് വെക്കാമെന്ന് പറഞ്ഞു, വർഷ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ഇവിടെ ചെയ്യുകയാണ്. അപ്പോൾ അവൾ ഫസ്റ്റ് ഇങ്ങനെ ഷ്രിമ്പെല്ലാം പിന്നെ ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തൊക്കെ എടുക്കുകയാണ്. എന്നിട്ടാണ് അവൾ അത് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ അത് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഈസിയായി. കാരണം എന്തായാലും ഇവിടെ ഷ്രിമ്പ് കറിയൊക്കെ അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ പരിപാടിക്കൊന്നും വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ക്ലീനിങ്ങും ഒക്കെ ആണ്. ഇപ്പോൾ കുക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ, പിന്നെ ഫുൾ ക്ലീനിങ് അല്ലേ. അങ്ങനെ ഞാൻ അവിടെ എല്ലാം ഒന്ന് വാക്യൂം ഒക്കെ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ നമ്മൾ നിൽക്കുന്ന ദിവസം അങ്ങനെ നമുക്ക് വെറുതെ ഇരിക്കാനും പറ്റില്ലല്ലോ. പിന്നെ കുറേ എല്ലാ ആഴ്ചയിലും ഞാൻ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സിന് ഇങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആഴ്ച ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഞാനിങ്ങനെ വെള്ളം ഒഴിക്കാൻ, എനിക്കിനിയിപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൽ ഈ സമ്മറിൽ ഞാൻ അതിൽ ഫെർട്ടിലൈസറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. മണ്ണ് ഞാൻ എല്ലാ വർഷവും ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പോൾ മണ്ണില്ലായിരുന്നു, തീർന്നു പോയി, വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. കാരണം വെളിയിൽ ഒരു സുക്കിനി കുറച്ച് ദിവസമായിട്ട് കിടക്കുന്നു, ഞാൻ അത് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ.
അപ്പോൾ ജോലി ഇല്ലാത്ത ദിവസം ആവട്ടെ എന്ന് വിചാരിച്ചു വേണ്ടോ ഒരെണ്ണം എടുത്തു. പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ എടുക്കണമായിരുന്നു. ഇവിടെ തണുപ്പ് തുടങ്ങി കേട്ടോ, ഓൾറെഡി കുറച്ച് തണുപ്പ് തുടങ്ങി. ഇത് ചില്ലിയാണ് കേട്ടോ, ഒരു തരം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അത് ശരിക്കും നമ്മളിങ്ങനെ അതേപോലെ പിക്കിള് ഇങ്ങനെ ഉപ്പിലിടും. പിന്നെ കുറച്ച് കത്തിരിക്കയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുമൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഞാൻ വിചാരിക്കുന്നു ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്യണം. അതുവരെ ഉള്ളതൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചത് കേട്ടോ. പക്ഷേ കിട്ടുന്നുണ്ട് കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. തണുപ്പ് ഉണ്ട്, രാത്രിയൊക്കെ തണുപ്പാണെങ്കിലും കുഴപ്പമില്ല, പിടിക്കുന്നതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്ട്രോബെറിയൊക്കെ പിടിച്ചത് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറി ശരിക്കും പിടിക്കും കേട്ടോ. ഞങ്ങൾ എല്ലാ ദിവസവും പുറത്തിറങ്ങുമ്പോൾ സ്ട്രോബെറി കിട്ടും. ഇങ്ങനെ ഒരു പിടി ഇങ്ങനെ ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന് നമ്മൾ വാഷ് ചെയ്ത് അപ്പം തന്നെ കഴിക്കും. നമ്മൾ വീട്ടിൽ പിടിക്കുന്നതല്ലേ. പിന്നെ ഇത് മറ്റേ നമ്മുടെ വാട്ടർമെലനാണ് കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും തണുപ്പാവുമ്പോഴാണ് പിടിക്കുന്നത്. കേട്ടോ, കാ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാ ഞാൻ അറിയാണ്ട് ചവിട്ടിപ്പോയി കേട്ടോ, പക്ഷെ അത് പോക്കാൻ തോന്നുന്നു അതിൻ്റെ കാര്യം. അങ്ങനെ ഒരു 2-3 കായ ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. അതാണ്ടോ അതേ കിടക്കുന്നത്. ഇത് ലാസ്റ്റാണ് പിടിക്കുന്നത്, തണുപ്പാവുമ്പോഴൊക്കെ അത് റെഡി ആവത്തുള്ളൂ. അങ്ങനെ പിന്നെ ഇത് ദില്ലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നട്ടതല്ല, ഇത് കഴിഞ്ഞ വർഷം ഞാൻ നട്ടതിൻ്റെ സീഡ് വീണ് കിളിർത്ത് വന്നതാണ്. ദില്ലെന്ന് പറയുന്നത് ഒരു ഹേർബാണ് കേട്ടോ. അത് നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കും. അത് പൂത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അരിയും തണ്ടും ഇലയും എല്ലാം നമ്മൾ ഫ്ലേവറിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കുക്കിങ്ങിന്. അത് കൂടുതലായിട്ടും ഏഷ്യനും യൂറോപ്യൻ കുസീനിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ദില്ല് നല്ല ഒരു മണമാണ് കേട്ടോ. ഇത് ഇപ്പോൾ എല്ലാ വേൾഡ് വൈഡായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ ദില്ല് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ കുറേ പാവൽ ഇങ്ങനെ പഴുക്കാൻ തുടങ്ങി കേട്ടോ. എനിക്ക് സമയമില്ലാതെ ഇരുന്ന് അങ്ങനെ അതും ഒക്കെ ഞാൻ കുറേ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഷോർട്സ് ഇട്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇത്രയും എനിക്ക് വെളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നും ചെറി ടൊമാറ്റോസ് കിട്ടും കുറേ ഇങ്ങനെ. അപ്പോൾ കുറച്ച് പച്ചമുളക്, ചെറി ടൊമാറ്റോസ്, പിന്നെ സ്ട്രോബെറി, പിന്നെ കുറച്ച് ബീൻസ്, അങ്ങനെ വലിയ മറ്റേ കറി വയ്ക്കുന്ന ടൊമാറ്റോ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വന്ന് വൈകിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. അപ്പം ഞാൻ അതൊന്ന് ഇങ്ങനെ പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ, കട്ട് ചെയ്തിട്ട്. കാരണം അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അമ്മ പറഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയി ഇത് വാൾമാർട്ടിൽ പോയി വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. കാരണം അമ്മയ്ക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാമെന്ന് പറഞ്ഞു രാത്രി. അങ്ങനെ ഞാൻ അത് ബോയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു പുളിയും മുളകും ഇങ്ങനെ അമ്മ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നോക്കിയപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറിച്ച് വെച്ച തക്കാളിയെല്ലാം ഇരുന്ന് പഴുക്കുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങ് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ അത് വെറുതെ ചീത്തയായിപ്പോകും. ഇവിടെ പിടിച്ച തക്കാളി തന്നെയാണ് കേട്ടോ. ഞാൻ കുറേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡെയിലി യൂസിന് എടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ വെച്ചിരുന്നാൽ ചീത്തയായിപ്പോവും. ഞാനിങ്ങനെ പെട്ടെന്ന് അതിനെല്ലാം ഒന്ന് അരിഞ്ഞ് സ്റ്റോർ ചെയ്യാണ്. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പ്ലേറ്റ്സിൽ ഇല്ലേ, നമ്മൾ ആ പ്ലേറ്റുകളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യണം കേട്ടോ. ഫ്രീസ് ചെയ്ത് എടുക്കണം. അത് അങ്ങനെ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. കാരണം നമ്മൾ കറി വയ്ക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുമ്പം ഇത് തമ്മിൽ ഒട്ടിയിരുന്ന എല്ലാം ഒരുമിച്ച് വരില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇതേപോലെ പ്ലേറ്റ്സിൽ നിരത്തി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൻ്റെ അകത്ത് വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് അത് ഓരോന്നായിട്ട് ഇളക്കി നമ്മളൊരു കണ്ടെയ്നറിലിട്ട് അത് ഫ്രീസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തത്. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്, അങ്ങനെ കാര്യമായിട്ട് വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ രാത്രിയായി കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് സ്റ്റോർ ചെയ്തൊക്കെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കുറച്ച് നാളായി ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിട്ട്, അപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങ് പോസ്റ്റ് ചെയ്യാം, കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ see you next video. Until that, bye and take care. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ see you next video. Until then, bye and take care.